കൺഫ്യൂഷൻ വഹാബികൾക്ക് മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പൊ വലിയ സംഗതി. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കറാമത്ത് നിഷേധികളുടെ പട്ടികയിലേക്ക് പുതിയ പുതിയ അവതാരങ്ങൾ കടന്നു വന്ന ആഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞ ആളുടെ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഒരു വ്യക്തി, അദ്ദേഹം FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതിന്റെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം. ഇത്രയും പറയാൻ കാരണം അനേകം കറാമത്തുകളുടെ ഉടമയായ CM വലിയുല്ലാഹിയെയും മർഹൂം അവേലത്ത് തങ്ങളെയും ബന്ധപ്പെടുത്തി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കഥയുടെ യാഥാർത്ഥ്യം അവേലത്ത് തങ്ങളുടെ മകൻ ബഹു അബ്ദുൽ ഫത്താഹ് തങ്ങൾ പറഞ്ഞതാണ്. അവേലത്ത് തങ്ങൾ മഹാനായ CM അവറുകളെ കോഴിക്കോട്ടുള്ളപ്പോൾ തന്നെ അവരെ മക്കയിൽ വെച്ച് കണ്ടെന്നും ആ വിവരം തങ്ങൾ കത്തിലൂടെ ഞങ്ങളെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു എന്നാണ് സംഭവം. അതായത് അവേലത്ത് തങ്ങൾ പാപ്പ ഹജ്ജിന് പോയപ്പോ മടവൂര് ശൈഖുനായ അവിടെ വെച്ച് കണ്ടു. ഇതേ സംഭവമാണ്. ശൈഖുന അന്ന് ഹജ്ജിന് പോയില്ല, ആളുകളുടെ വീക്ഷണത്തിൽ. ശൈഖുന ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവേലത്ത് തങ്ങൾ ഉപ്പാപ്പ അവിടെ വെച്ച് കാണുകയാണ്. ഈ സംഭവം ശരിയല്ലെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് നേതാവിന്റെ പോസ്റ്റ്, എന്നിട്ടൊരു തങ്ങളെ പേരും പറഞ്ഞ അത്തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ആ കറാമത്തോടെ പല ഉസ്താമാരും പറഞ്ഞതാ, പലരും അത് പറയുന്നതുമാണ്. അന്ന് അവേലത്ത് തങ്ങൾ ആ വിഷയം വെച്ച് കുടുംബത്തിന് കത്തെഴുതിയതാണ്. ഞാൻ മടവൂർ ശൈഖുനാനെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന്, പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ട് കത്ത് വന്നു, പോസ്റ്റ് വന്നു. കറാമത്ത് പറയുമ്പോൾ ഭയങ്കര സൂക്ഷ്മത വേണമെന്നാ പറയുന്നത്. നിഷേധിക്കുന്നിടത്ത് ഒരു സൂക്ഷ്മതയും ആവശ്യമില്ല. ഈ നിഷേധക്കുറിപ്പ് വന്നപ്പോ സുബ്ഹാനല്ലാഹ് ആളുകൾ ഇടപെട്ടു. നമ്മളല്ല, നമ്മളിപ്പോ ഇടപെടേണ്ട ആളുകൾ ജാഗരൂകരായി നിൽക്കുകയാണ് ഇടപെടാൻ. ആളുകൾ പറഞ്ഞു അത് ശരിയായില്ല, അതെന്തായാലും ശരിയായില്ല. കാരണം അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, അത് നിങ്ങളെ പറഞ്ഞ തങ്ങളുടെ ജ്യേഷ്ഠന്റെ കയ്യിലുണ്ട്, പോയി നോക്ക്. അങ്ങനെ 4 ഭാഗത്തുനിന്നും സമ്മർദ്ദം വന്നപ്പോ അയാളൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ആദ്യം എഴുതിയ കുറിപ്പ് ഒരു പഠനവും കൂടാതെ പറയലെന്താ, ഞങ്ങൾ പഠിക്കാതെ ഒന്നും പറയൂല ചെയ്യൂല എന്നാ ചെയ്യുന്നതൊക്കെയും പഠിക്കാതെയാണ്. അങ്ങനെ രാവിലെ പോസ്റ്റ് ഇട്ട മെയിൻ സെക്രട്ടറി വൈകുന്നേരം വേറൊരു കുറിപ്പ്, ഇന്ന് കാലത്ത് വിട്ട ഒരു കുറിപ്പിൽ അവേലത്ത് തങ്ങൾ മഹാനായ CM വലിയുല്ലാഹിയെ മക്കയിൽ വെച്ച് കണ്ടതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മകൻ ഫത്താഹ് തങ്ങൾ നിഷേധിച്ചത് ഉൾപ്പെടുത്തിയിരുന്നു. തങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അങ്ങനെ ഒരു കത്തിനെ കുറിച്ച് അവരാരും അറിയില്ലായിരുന്നു. വിഷയം ചർച്ചയായപ്പോൾ അതേക്കുറിച്ച് ഫത്താഹ് തങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ പിതാവ് കത്തയച്ചത് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്നും സഹോദരപുത്രൻ കത്ത് ജ്യേഷ്ഠന് വായിച്ചു കൊടുത്തുവെന്നും ഇത് അറിഞ്ഞതായി ബഹു ഫത്താഹ് തങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചു. അള്ളാഹുവിന് സ്തുതി. എന്തിനാ അന്നാനും സ്തുതിച്ചതെന്ന് മനസ്സിലായില്ല. അതായത് രാവിലെ ഈ കറാമത്ത് ശരിയല്ലെന്ന് പറഞ്ഞ് പോസ്റ്റിട്ട ആൾ വൈകുന്നേരം ആകുമ്പോൾ പറയുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഫത്താഹ് തങ്ങൾ അല്ല അവേലത്ത് തങ്ങൾ അങ്ങനെ കത്തയച്ചിട്ടുണ്ട്, ഇതിന്റെ അന്വേഷണം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ പറയപ്പെടുന്ന കറാമത്തുകൾക്കൊക്കെ അടിസ്ഥാനവും അസലും ഫസലും ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പഠിച്ചില്ല. നിങ്ങൾ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് പ്രശ്നം ചെയ്ത് വരും, ഏതെങ്കിലും ഒരു കറാമത്ത് കേട്ട അടുത്ത പോസ്റ്റ് ഇത് ശരിയല്ല. കറാമത്ത് നിഷേധത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ എന്താ? അൽ കവാക്കിബുസ് സാഹിറ എന്ന കുറ്റ്യാടിയിൽ നിന്ന് വായിച്ച കിതാബിൽ ഇമാം ഷാദുലി പറയുന്നില്ലേ, കറാമത്ത് നിഷേധിച്ചവന്റെ ഹുക്മ് കഫറ എന്നാ പറഞ്ഞത്. അപ്പൊ കറാമത്ത് നിഷേധിക്കുമ്പോഴല്ലേ ഭയപ്പെടേണ്ടത്? ഒരാളൊരു സംഭവം പറഞ്ഞാൽ അതൊന്ന് അന്വേഷിക്കണ്ടേ? ഒരു പ്രാഥമികമായ അന്വേഷണം. ഇവരെന്താണ് പറഞ്ഞു വരുന്ന അറിയോ? ഇത്തരം കറാമത്തുകൾ നമ്മൾ പറഞ്ഞാൽ വഹാബികൾക്ക് വെടികൊടുക്കലാവും. ഇവരൊക്കെ മുമ്പ് പറഞ്ഞ കറാമത്തെടുത്ത് വഹാബി വേണ്ടുവോളം കളിച്ചതാ. ഈ പോസ്റ്റിട്ട വ്യക്തിന്റെ കറാമത്ത് മായാവി കഥകളുടെ കൂട്ടത്തിൽ വഹാബി അവതരിപ്പിച്ചതൊന്ന് കേട്ടോളൂ.
എന്നും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഖൽവത്തിലിരിക്കാൻ പോകും, കടപ്പുറത്തേക്ക് പോകും. എവിടെയാണ് പോകുന്നത് എന്നാരും കാണാറില്ല. പിന്നെ സുബഹിന്റെ ജമാഅത്തിനാണ് പള്ളിയിലേക്ക് മടങ്ങി വരിക. ആ യാത്ര ഇവിടത്തെ മത്സ്യം പിടിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തെ ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. എവിടേക്കാണ് പോകുന്നത്? നേരെ കടലിൽ ചെന്നിട്ട് വെള്ളത്തിലൂടെ നടന്നു പോകുകയാണ്. ഇത് കണ്ട ആ സഹോദരൻ തിരിച്ചു വരുന്നത് വരെ കാത്തുനിന്നു. സുബഹിയുടെ അല്പം മുമ്പായി മഹാനവറിൽ കടലിൽ നിന്ന് തന്നെ നടന്നു വരുന്നു. മഹാനവറുകൾ ഈ ആളെ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം ചോദിച്ചു, തങ്ങൾ എവിടെ പോയതായിരുന്നു? പോയ വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തങ്ങൾ പറഞ്ഞു, ഒരാളോടും എന്നെ കണ്ട വിവരം നിങ്ങൾ പറഞ്ഞു പോകരുത്. പറയാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ പദവി കിട്ടും, വലിയ ഗുണം. നമ്മളെ കടലുണ്ടിയിലെ ജമലുള്ളയിൽ തങ്ങളുപ്പാപ്പ കടലിന്റെ മുകളിലൂടെ നടക്കുന്ന സംഭവം ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞതാണ്. അവിടെ കണ്ടി നിങ്ങൾ മായാവി കഥയുമായി ഡാഷ്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ നന്നായത് ഇതാ ഞങ്ങൾ ചിന്തിക്കുന്നത്. ഏത് ചരിത്രങ്ങൾ പറഞ്ഞാലും വഹാബി ആ ലിസ്റ്റിൽ അത് കൊണ്ടുവരും. വഹാബിയുടെ ആ ലിസ്റ്റില് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് മുതൽ ഏതെല്ലാം മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്നുണ്ടോ, ഏത് കറാമത്ത് പറഞ്ഞുണ്ടോ, മാല പാടിയ വരെ ആ ലിസ്റ്റിൽ വരും. ആ ലിസ്റ്റിൽ വരാതിരിക്കാൻ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ, പറയാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ നിങ്ങൾ എന്തിനു പറഞ്ഞു? ആളുകൾ ചിന്തിക്കട്ടെ. ഒരു കാര്യം വ്യക്തമായി, കറാമത്തുകളുടെ നിഷേധം ഒരു സൂക്ഷ്മതയും കൂടാതെയാണ് അഹ്ലുസുന്നയുടെ ലേബലിൽ നടക്കുന്നത്. അതാ സങ്കടം. വഹാബികൾ ഹുസൈൻ സലഫി അത് നിഷേധിച്ച് നമ്മളാർക്കും അത്ഭുതമുണ്ടോ? അയാൾ അതിനു വേണ്ടി ജനിച്ചാണ്. ആ നിഷേധം ഇത് ഒന്നല്ലല്ലോ. അതിനു മുമ്പല്ലേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിക്കടുത്തൊരു വയസ്സായ മുസ്ലിയാർ, അദ്ദേഹം പറഞ്ഞു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദീനയിലേക്ക് മടവൂർ ശൈഖുന ചെന്നപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു. ഈ സംഭവം പറഞ്ഞപ്പോ എന്താ അദ്ദേഹം പോസ്റ്റ് ഇട്ടത്? ആ ഉസ്താദിന്റെ പ്രസംഗം പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത് ഭ്രാന്തൻ കഥകളാണ്, ഇത് പറയാനേ പാടില്ല. ആളുകൾ ശബ്ദമുണ്ടാക്കി. അടുത്ത ദിവസം പോസ്റ്റ് മുക്കി. ഇപ്പൊ പിന്നെ പോസ്റ്റ് ഇടുമ്പോ തന്നെ അദ്ദേഹം എഴുതി വിടും, ചിലപ്പോൾ ഇത് അപ്രത്യക്ഷമാവാൻ സാധ്യത ഉണ്ട്, അവിടെ ഡൗൺലോഡ് ചെയ്യുന്നവരൊക്കെ വേണ്ട ഡൗൺലോഡ് ചെയ്തേക്ക്. കാരണം ഓൽക്കെന്നതിൽ ഉറപ്പില്ല. കാരണം ഇത് ഇട്ടിട്ട് അന്വേഷിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശൈഖുന മടവൂർ അവരെ സ്വീകരിച്ചു എന്ന് പറയാത്ത ഒരൊറ്റ മൗലൂദുമില്ല. ശൈഖുനാന്റെ ചരിത്രം എഴുതിയ ഒരു ബുക്കുമില്ല. അത്രയും പ്രസിദ്ധമായ സംഭവം സിറാജുൽ ഹുദയിൽ നിന്ന് അതിനെതിരെ പോസ്റ്റ് വന്നു. ആ സിറാജുൽ ഹുദയുടെ വക്കീലായ ഇപ്പോൾ പ്രസംഗിച്ച സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അവേലത്ത് തങ്ങളുടെ സംഭവം നിഷേധിച്ച് പോസ്റ്റ് ഇട്ടത്. പിന്നെ പറഞ്ഞു, എനിക്കതറിയില്ല. ചിറ്റടി മീത്തല് എ പി ഉസ്താദ് ശൈഖുനയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന കള്ളത്തരമാണ് എന്ന് പറഞ്ഞപ്പോ അവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട സഖാഫി അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന ക്ലിപ്പ് നമ്മൾ വെച്ചപ്പോ പിന്നെ ആ വർത്താനല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ടായപ്പോ തഖദ്ദം യാ ജിബ്രീൽ എന്ന് ശൈഖുന പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞപ്പോ സിറാജുൽ ഹുദന്റെ മെയിൻ ആള് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അത് അഖീദക്കെതിരാണ്. മണ്ണാർക്കാട് CP ഉസ്താദിന്റെ ക്ലിപ്പ് ഇവിടെ വന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിശബ്ദമായി. എവിടെ അറിയപ്പെട്ട ഏതൊക്കെ കറാമത്തുകളുണ്ട് അതൊക്കെ നിഷേധിക്കുകയാണ് സുന്നി ലേബലിൽ. സുന്നികളെ ജാഗ്രത പാലിക്കുക, നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇവർ. അനിവാര്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. കഴിഞ്ഞിട്ടില്ല. വഹാബികളെ പിന്തുടർന്നാൽ ഒരൊറ്റ കറാമത്ത് പറയാനാവും. ഹുസൈൻ സലഫി വേറൊരു സഖാഫി ഉസ്താദിന്റെ ക്ലിപ്പിട്ട് കൊണ്ട് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ജിബ്രീലിനെ വരെ പിന്നിലാക്കിയിട്ടാണ് മടവൂര് നടക്കല്. പിന്നെ ജിബ്രീലും മീക്കായിലും ഒക്കെ മൂപ്പര വീട്ടില് സ്ഥിരം വിസിറ്റർമാരാ. എപ്പോഴും വരും, മുറ്റത്തങ്ങനെ കാവലിക്കും. ഇതൊക്കെ ഇപ്പൊ ഞാൻ വെറുതെ പറയാണ്. എന്നാ പിന്നെ ജിബ്രീലും മീക്കായിലും മൂപ്പര വീട്ടുമുറ്റത്ത് വന്നാൽ കഥ ഒരു മൂല്യര് പറയണമെന്ന് കേട്ടോളി.
വീട്ടിലെ കട്ടിൽമ ഇങ്ങനെ കിടക്കാണ്. കട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വഅലൈക്കും അസ്സലാം? നമ്മൾ പള്ളിക്കാട്ടിക്ക് സലാം പറയുന്നത് അസ്സലാമു അലൈക്കും അങ്ങോട്ട് പറയലുള്ളത്. ഇപ്പൊ വഅലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്? വല്ല പിടുത്തമുണ്ട്? ഒരു പിടുത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡിക്ക് ചെരുക്ക് വരണല്ലോ, അപ്പുറത്തെ സൈഡിക്ക്, വീടിന്റെ അപ്പുറത്തെ സൈഡിക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരണ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു വീണ് പിന്നാട് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ശൈഖുന വീണ്ടും പറയുന്നുണ്ട്, അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയൂ, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. എല്ലാവരും പോകുന്നത്. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കുഴഞ്ഞു പോകും. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുന വഅലൈക്കും അസ്സലാം അവർ പോയി നോക്കി. അപ്പൊ ഇയാള് ചോദിച്ചു, ആരെ പോയി? അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു. ഇയാള് ഇപ്പൊ ഒരു പാട് ജാഹിലല്ല, ഇയാൾക്ക് എന്ത് ചോദിക്കല്ലോ, നമ്മളെ മാതിരിയല്ല. അയാൾ ചോദിച്ചു, അതിപ്പോ ആരെയൊക്കെ പട്ടാളക്കാർ പറഞ്ഞാല്? അപ്പൊ ശൈഖുന പറഞ്ഞത് ജിബ്രീലും മീകായിലുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട സംഭവം ഇയാൾ വെച്ച് കളിയാക്കുകയാണ്. എന്താ സംഭവം? മഹാനായ ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഒക്കെ വന്ന സംഭവം. എന്നിട്ട് ഇയാളെ ജോറായിട്ട് പ്രസംഗിക്കുക. അതിൽ നിങ്ങൾക്കും ഞമ്മക്കൊന്നും എന്തില്ല, യാതൊരു അത്ഭുതം തോന്നുന്നില്ല. ഒലേ പണ്ടേ പറയുന്നതാണ്. മാലയിൽ അത് നമ്മൾ പാടാൻ തുടങ്ങിയിട്ട് കാലത്രയായി. മഹാനായ ശൈഖുന ഗൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും വീടെ വരുന്നവർ. അമ്പിയാക്കന്മാര് വരുന്നു, ഔലിയാക്കന്മാര് വരുന്നു, അവരെ റൂഹൊക്കെ വരുന്നു. പിന്നെന്താ പറഞ്ഞേ? അങ്ങീനെ തന്നെ മലായിക്കത്തന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ. എത്രത്തോളം പറഞ്ഞത്? ആവണ്ണം നമ്മുടെ ഖാജ റസൂലുള്ളാഹ് അവരുടെ റൂഹും വീടെ വരുന്നവർ. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞു പോരുന്നതാ. ഇത് സലഫി പറഞ്ഞതിലല്ല ഞങ്ങൾക്ക് അത്ഭുതം. സിറാജുൽ ഹുദയിൽ നിന്നതാ സലഫിയിട്ട ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ? ഒരു സഖാഫിയാണ്. ആ സഖാഫി ഉസ്താദിന്റെ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിറാജുൽ ഹുദയിൽ നിന്ന് അടുത്ത പോസ്റ്റ്. ഈ കഥാവതരണം ഇൻ ബ്രാക്കറ്റ് ജിബ്രീൽ മീകായിൽ അലൈഹിസ്സലാം എന്നീ മലക്കുകളെയും CM വലിയുള്ളായും ബന്ധപ്പെടുത്തി മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പ് ആദരണീയരായ CM വലിയുള്ളായെ പരിഹാസ്യമാക്കുന്ന വിധത്തിലാണ്. ഇത് തള്ളിക്കളഞ്ഞാൽ അത് മഹാനവറുകളുടെ പൊരുത്തം ലഭിക്കാൻ കാരണമാകുമെന്നാണ് വിചാരം. ഇത് തള്ളിക്കളഞ്ഞാൽ മഹാനവറുകളുടെ പൊരുത്തം ലഭിക്കാൻ കാരണമാകും എന്നാണ് മൂപ്പർ പറയുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ വേണ്ട വിധം ആദരിക്കാനും ഖൈറായത് മാത്രം പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതായത് ഇത്തരം സംഭവങ്ങൾ കേട്ട അതിനെ തള്ളിക്കളഞ്ഞാലാണ് ആരെ പൊരുത്തം കിട്ടുക? മടവൂർ ശൈഖുനാന്റെ പൊരുത്തം കിട്ടുക. ഇതേടുന്ന പോസ്റ്റ് സിറാജുൽ ഹുദയുടെ സീനിയർ മുദരിസിന്റെ പോസ്റ്റ്. ഈനാള് പറഞ്ഞു, ഞാൻ പലപ്പോഴും മൂപ്പരിൽ നിന്നാ പഠിക്കലെന്നാണ്. മുതഅല്ലിമും കുഴപ്പമില്ല, മുഅല്ലിമും കുഴപ്പമില്ല. ഈ വിഷയം ക്ലിപ്പിട്ടുകൊണ്ട് ഹുസൈൻ സലഫിന്റെ ചോദ്യമാണ് അതിലേറെ രസം. അയാൾ ചോദിക്കാണ്, ഇത് മാത്രം എന്താ നിങ്ങൾക്കൊരു പ്രശ്നമായി മാറിയത്? അന്ന് കേട്ടോളൂ, എന്നിട്ട് നമുക്ക് തെളിവ് പറയാം. ഇതൊക്കെ ഈ സമൂഹത്തോട് പറയാണ്. അപ്പൊ പേരോടിന്റെ ടീമിന് ഇതൊക്കെ ചിലപ്പോൾ സഹിക്കണില്ല. നാദാപുരത്തും പരിസരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന പല മൗലിയമാരും സഖാഫിമാരും ഇപ്പൊ പറയുന്നത്, ഈ വക കറാമത്തോളൊക്കെ പറഞ്ഞാൽ പിന്നെ മടവൂരിന്റെ ശാപ നിങ്ങൾക്ക് കിട്ടുകയാണ്.
മടവൂരിന്റെ പൊരുത്തം കിട്ടൂല, മടവൂര് നിങ്ങളെ ശപിക്കും, നിങ്ങൾക്ക് കുരുത്തക്കെട് കിട്ടുന്ന പറയണത് ആര്? സഖാഫിമാര്. ഓ സഖാഫിമാരെ, നിങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത്? ഇപ്പൊ നിങ്ങൾ കരയാ? നിങ്ങളല്ലേ പറഞ്ഞത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹ് തരൂലാന്ന് പറഞ്ഞപ്പോ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചാണ് വാങ്ങിയെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ ഖബറിൽ ചോദ്യം ചോദിക്കാൻ വന്നപ്പോ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവിടെ കിടന്ന് മൊരണ്ടപ്പോ മുൻകർ നക്കീർ അടിക്കാൻ വടി കൊണ്ട് ഓങ്ങിയപ്പോ മുഹീദ്ദീൻ ശൈഖ് ഖബർ പോയിട്ട് വടി പിടിച്ചു വാങ്ങിയെന്ന് നിങ്ങളല്ലേ മുസ്ലിയാക്കളെ ഈ സമൂഹത്തോട് പറഞ്ഞത്? ഇപ്പൊ എന്താ നിങ്ങൾക്ക് മടവൂരിന്റെ ചിറ്റടി മീത്തൽ വീട്ടിന്റെ മുറ്റത്ത് ജിബിരിയിലും മീക്കായിലും വന്നു എന്ന് പറഞ്ഞാ നിങ്ങൾക്കൊരു മനം പരട്ടൽ എന്താ? ഞങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങൾ ഏത് അളവുകോല് കൊണ്ടാപ്പത് രണ്ടും അളക്കണത്? അത് പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതിനും പറ്റൂലേ? അത് പറ്റൂലെങ്കിൽ ഇതും പറ്റൂലല്ലോ. നിങ്ങളെ എന്താ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയത് എന്ന് അയാൾ ചോദിക്കണം. മറുപടി പറഞ്ഞുകൊടുത്തേക്ക് ഞങ്ങൾക്ക് പണിയൊന്നുമില്ല. കാരണം ഇത് നമ്മൾ സ്ഥിരം പറയുന്ന സംഭവ. ഖബറിൽ ഇടപെടാൻ കഴിയുന്നവരാണ് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു, അല്ലേ? അത് മീകായിൽ അലൈഹിസ്സലാമിനോട് ഇടപെടും. സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ സംഭവം പറയുന്നവരല്ലേ നമ്മൾ? മഴ ആവശ്യമായപ്പോ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ സമീപത്ത് വന്നിട്ട് മഴ ആവശ്യപ്പെട്ട് മഴ വേണമെന്ന് പറഞ്ഞ് മഴ കിട്ടിയ സംഭവം പറയുന്നവരല്ലേ നമ്മൾ? മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കാൻ വന്നപ്പോ ഇടപെട്ട ഗൗസുൽ ആലമിന്റെ സംഭവം പറയുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഗൗസുൽ ആലമിന്റെ ഖാദിമിന്റെ റൂഹ് പിടിച്ചപ്പോ അത് തിരിച്ചു വാങ്ങി എന്ന് സമസ്തയുടെ പ്രസിഡന്റായ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ കുതുബിയത്തിൽ പറയുന്നുണ്ട്. ഗൗസുൽ ആലമിന്റെ അന്ന് തള്ളിക്കളയാൻ പറ്റൂല. നിങ്ങൾ തള്ളിയിട്ട് കാര്യമില്ല, നേതാക്കൾ എഴുതി വെച്ചുപോയി, ഞങ്ങൾ സ്ഥാപിച്ചു ഇവിടെ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ ഇയാൾ ചോദിക്കുന്നത്, ചിറ്റടി വീത്തൽ വീട്ടിൽ ഇവർ വരുമ്പോ മാത്രം നിങ്ങൾക്ക് എന്താ ഒരു മനം പുരട്ടലാണ്? ചോദ്യം പ്രസക്താണ്, മറുപടി പറഞ്ഞിടത്തേക്ക്. ഞങ്ങൾ പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്നവരോട് പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വരലും മീകായിൽ അലൈഹിസ്സലാം വരലൊക്കെ അത് അള്ളാഹ് ഉദ്ദേശിച്ച അവന്റെ പ്രത്യേക ആളുകളുടെ അടുത്തൊക്കെ വരും. അത് അമ്പിയാ ഉലിയാക്കന്മാരുടെ അടുത്ത് വരും. ബലി മനസ്സിലാക്കിയ നബിമാരുടെ അടുത്ത് മാത്രമേ ഇത് വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറിയം ബീവിന്റെ അടുത്ത് പോയത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ? ഞങ്ങളുടെ അടുത്ത് വന്നതാണ് ഒരു കുട്ടിയെ തരാൻ, അതുകൊണ്ട് മറിയം ബീവി നബിച്ചിയായോ? ഇല്ലല്ലോ. അപ്പൊ സാർവത്രികമായി നടക്കുന്നതാണ്. ഇമാം ബസാർ അടക്കമുള്ള പ്രഗൽഭർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹബീബായ മുത്തു റസൂൽ عاد رسول الله صلى الله عليه وسلم رجلا من الأنصار فلما دنا من منزله سمعه يتكلم في الداخل. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളിൽപ്പെട്ട ഒരാളുടെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോവാണ്. വീട്ടിലെത്തിയപ്പോ റൂമിന്റെ ഉള്ളിൽ നിന്ന് സംസാരം. ഈ അസുഖമുള്ള സ്വഹാബിയും ഒരാളും തമ്മിൽ സംസാരിക്കാണ്. സംസാരമൊക്കെ കഴിഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൽ ചെന്നപ്പോ ആളെ കാണുന്നില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആരാ സംസാരിച്ചത് ഈ സ്വഹാബിയോട് നിങ്ങൾക്കറിയോ? ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. സ്വഹാബത്തിനോട് ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. മാത്രല്ല, ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു മിനനുൽ കുബ്ര അവിടെ ഉണ്ട്. മഹാനവറുകളുടെ കിതാബ്, അതിൽ പറയുന്നത് കാണാം, വമിമ്മാ മന്നല്ലാഹു തബാറക വതആല ബിഹി അലയ്യ, അല്ലാഹു തആല എനിക്ക് ചെയ്ത വലിയ നിഅമത്താണ് സുഹ്ബത്തി, എന്റെ സഹവാസം, ലി ജമാഅത്തിൻ, ഒരു കൂട്ടം മശായിഖന്മാരോട്, യജ്തമിഊന ബിമലക്കിൽ മൗത്ത് വബിജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനോടും സ്ഥിരമായി ഒരുമിച്ച് കൂടുന്ന മശായിഖന്മാരോടാണ് എന്റെ സഹവാസമെന്ന്, അത് അല്ലാഹു എനിക്ക് ചെയ്ത വലിയ നിഅമത്താണെന്ന് അതാ ലതായിഫുൽ മിനനി വൽ അഖ്ലാഖിൽ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മാത്രമല്ല, മഹാൻ അവിടെ ഒരു കാര്യം കൂടി പറയാൻ, ഒരാൾ അങ്ങനെ പറഞ്ഞാൽ
ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഖാലലി ജിബ്രീൽ ഖുൽതു ലി ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് പറഞ്ഞു അലൈഹിസ്സലാം, ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്നൊരു വലിയ പറഞ്ഞാൽ ലൈസ ബിമുസ്തഹീൽ വലാ ബിമുംതനിഇൻ, അതൊന്നും അസംഭവ്യമല്ല, അതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്. വഇന്നമാ യുൻകിറു ദാലിക മൻ ബഉദ ഖൽബുഹു അനിൽ മലകൂത്ത്, മലക്കുകളെ കുറിച്ചോ ഔലിയാക്കളെ കുറിച്ചോ ഒരു വിവരവും ഇല്ലാത്തവനെ അതിനെ നിഷേധിക്കാൻ കഴിയൂ. ഇമാം ഷഹറാനി തങ്ങൾ മാത്രമല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മുൻഖിദു മിനൽ ദലാലിൽ എഴുതി, ഹത്താ ഇന്നഹും വഹും ഫീ യഖ്ളതിഹിം, ഉണർച്ചയിൽ തന്നെ യുശാഹിദൂനൽ മലായിക, മലക്കുകളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. ഇത് ഔലിയാക്കന്മാർക്ക് സാർവത്രികമായി ഉണ്ടാകുന്നതാണ്. അത് ശൈഖുൽ മശായിഖായ മടവൂർ ശൈഖുനാക്ക് സംഭവിച്ചില്ലെങ്കിലാണ് അത്ഭുതം. അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്ന് പറയുമ്പോ അത് വഹാബിക്ക് അടി കിട്ടും, അല്ലെങ്കിൽ വടി കിട്ടും. അത് പറയാതിരുന്ന ശൈഖുനാന്റെ പൊരുത്തം വരും. ഇതെവിടെ നിന്ന് പോസ്റ്റ്? ആ പോസ്റ്റ് മാത്രം മുക്കിയിട്ടില്ല, ആ വീഡിയോ മുക്കി. വളരെ കൃത്യമായി ചിന്തിച്ചോളൂ, എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കപ്പിത്താനില്ലാത്ത കപ്പലായി മാറിയോ? കപ്പിത്താൻ അവശനിലയിലാന്ന് കണ്ടിട്ട് എന്തും പറയാനുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് ആളുകൾ നടന്നാൽ എന്താകും? എവിടേക്കാണ് തെളിച്ചു കൊണ്ടുപോകുന്നത്? മടവൂർ ശൈഖുനായുടെ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോ എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? കറാമത്തിന്റെ നിഷേധം ഇത് ചില്ലറ കാര്യമല്ല, ഞങ്ങൾ തമാശക്ക് പറയല്ല, വിമർശനത്തിന്റെ സ്വരമേ ഇതിനില്ല. പ്രിയപ്പെട്ട സുന്നി പ്രവർത്തകരെ, ഇവർ കൊണ്ടുപോകുന്നത് ഏറ്റവും അപകടകരമായ വാദത്തിലേക്കാണ്. ശൈഖുനായുടെ കറാമത്തുകളെ എണ്ണി എണ്ണി നോക്കിയിട്ട് നിഷേധിക്കുന്ന നിലപാടുകളിലേക്ക് പോയാൽ പിന്നെ എന്ത് സുന്നി, ഏത് സുന്നി? എന്താണ് ഈ കറാമത്ത് നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾക്കുള്ള ലാഭം? ആരാ വഹാബികൾക്ക് ഇവിടെ ഇത് വെച്ചു കൊടുക്കുന്നത്?